സഹോദരങ്ങളെ, അല്ലാഹു തആല പുരുഷന്മാർക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള ഒരു സ്ഥാനമാണ് സ്ത്രീകളുടെ മേൽ അവർക്കുള്ള അധികാരം, ഖയ്യൂമിയ്യത്ത് എന്ന് പറയുന്നത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകൾക്ക് മേൽ അധികാരമുള്ളവരാകുന്നു പുരുഷന്മാർ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, എന്താണ് ഖയ്യൂം എന്ന് പറഞ്ഞാൽ, കൈകാര്യകർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പറയുന്നു, ഐ കബീറുഹ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവനാണ് പുരുഷൻ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുതിർന്നവനായി കാണേണ്ടവനാണ് പുരുഷൻ. വറഈസുഹ, അവളുടെ നേതാവാണ് പുരുഷൻ. വഹാകിമുഹ, അവളുടെ ഭരണാധികാരിയാണ് പുരുഷൻ. അതുപോലെ തന്നെ വമുഅദ്ദിബുഹ ഇദ അവജ്ജത്, അവൾക്ക് എന്തെങ്കിലും വക്രതയുണ്ടായാൽ, സ്വഭാവത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടായാൽ, മുഅദ്ദിബുഹ, അവളെ അദബ് പഠിപ്പിക്കേണ്ട, ശരിയാക്കിയെടുക്കേണ്ടവനാണ് പുരുഷൻ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് നൽകിയ സ്ഥാനം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ പറഞ്ഞു, വറജുലു ഖൈറും മിനൽ മർഅ, പുരുഷൻ സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠനാണ്. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ എതിർത്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എതിർക്കുക എന്നുള്ളത് കുഫ്റാണ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ അത് മതി. അല്ലാഹു തആല പറയുന്നു, ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്, നിങ്ങളിൽ ചിലരെ അല്ലാഹു ചിലരെക്കാൾ ഉയർത്തിയത് നിമിത്തമാകുന്നു. അഥവാ പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ അല്ലാഹു തആല ഉയർത്തിയിരിക്കുന്നു. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നതിനാലും ആകുന്നു ഇത്. അഥവാ സ്ത്രീകൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ സ്ഥാനം പുരുഷന്മാർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഈ ഖയ്യൂമിയ്യത്ത്, സ്ത്രീകളുടെ മേൽ നൽകിയ അധികാരം, അതിന് ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. ഈ അധികാരത്തിന്റെ അർത്ഥം സ്ത്രീകളോട് ദുൽമ ചെയ്യാമെന്നല്ല, അല്ലെങ്കിൽ അഹങ്കരിക്കാനല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, മാനസികമായ ആവശ്യങ്ങൾ, അവർക്ക് തഅദീബ് നൽകുക, ശർഈയായ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഇത് ഭർത്താക്കന്മാരുടെ, പിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്, അവരവരുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. വറജുലു റാഇൻ ഫീ അഹ്ലിഹി വഹുവ മസ്ഊലുൻ അൻ റഅയ്യതിഹി, ഒരു പുരുഷൻ തന്റെ വീട്ടുകാരെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടും. ഒരു പുരുഷൻ തന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, തന്റെ വീട്ടുകാരെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. സഹോദരങ്ങളെ, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഭാര്യമാർ, പെൺമക്കൾ, സഹോദരിമാർ, ഇവരുടെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യും. അല്ലാഹു തആല നമ്മുടെ അമാനത്തുകൾ നിറവേറ്റാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്ത്രീകൾക്ക് വേണ്ട ശർഈയായ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ഇസ്ലാമികമായ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുക, എന്താണ് ഹിജാബ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഇത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരു വർഗം ഇവിടെ ഇല്ല എന്നാക്കി തീർക്കുകയാണ് പിശാചിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ്. അത് പറയുന്നതോടുകൂടി സ്ത്രീകൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ, അവരെ ഉപദേശിക്കാൻ അങ്ങനെ ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന ബോധം പുരുഷന്മാർക്ക് ഇല്ലാതാകും. അതുപോലെ തങ്ങൾക്ക് മേൽ അധികാരമുള്ള ഒരു വർഗം ഉണ്ട് എന്ന് സ്ത്രീകൾക്കും തോന്നാതെയാകും. അങ്ങനെയായി കഴിഞ്ഞാൽ പിശാചിന്റെ മാർഗം എളുപ്പമായി. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട നസീഹത്തുകൾ നൽകുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം അത് നിർവഹിക്കുന്നത് ഒരു മുഅ്മിന്റെ സ്വഭാവമാണ്, മുഅ്മിനായ ഒരു പുരുഷന്റെ ബാധ്യതയാണ്.